സത്യം പറ, നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ശിശിരേ, പറ. ശിശിരേ, നീ എന്തായി പറയുന്നത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്ന്. ശിശിരേ, നിനക്കെന്താ സമനില തെറ്റിയോ? എനിക്കൊരു സമനിലയും തെറ്റിയിട്ടില്ല. ഞങ്ങളുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ എതിർത്തത് ഇവനാ. ഇന്നലെ രാത്രി ഇവനും രാജീവേട്ടനും തമ്മിൽ വഴക്കുണ്ടായി. അതുകൊണ്ട് ഗൂഗിൾ രാജീവിനോട് ഇങ്ങനെ ചെയ്യുന്ന ചേച്ചി വിചാരിക്കുന്നുണ്ടോ? ചേച്ചി, ഇത്രയും നാളായിട്ടും സ്വന്തം കൂടപ്പിറപ്പിന് ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല. ഇവന് രാജീവേട്ടനെ പണ്ടേ ഇഷ്ടമല്ല. ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തതിൽ ശത്രുതയുണ്ട്. ചേച്ചി, വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കില്ലേ? കല്യാണത്തിന് താല്പര്യമില്ല എന്നുള്ളത് ഗൂഗിളിന്റെ ഒരു അഭിപ്രായമാണ്. അത് ഗൂഗിള് തുറന്നു പറഞ്ഞു. അതല്ലാതെ ഗൂഗിള് മനസ്സിൽ പോലും ഇങ്ങനെ ചിന്തിക്കില്ല. ഇന്നലെ രാത്രി ഇവനും രാജീവേട്ടനും തമ്മിൽ വഴക്കിട്ട് പോയതിനു ശേഷമാണ് ഇത് സംഭവിച്ചത്. നീ അറിയാതെ എന്റെ രാജീവേട്ടന് സംഭവിച്ചില്ല. നീ ഇത് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത് ആശുപത്രിയാ. ഇല്ല, എനിക്കറിയാം. ഇവൻ തന്നെയാ അത് ചെയ്തത്. ശിശിര, നീ വെറുതെ ഭ്രാന്ത് വിളിച്ച് പറയല്ലേ. എന്തെങ്കിലും ഒരു വഴക്കുണ്ടായെന്ന് കരുതി ഇങ്ങനെ ആലോചിച്ച് ചെയ്യുവോ? ചേച്ചി, ഗൂഗിളിനെ ഇങ്ങനെ ഒരിക്കലും സംശയിക്കില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഗൂഗിള് ചേച്ചിയുടെ ഭർത്താവിന്റെ ജീവൻ എടുക്കോ? ഒരിക്കലും ഇല്ല. ഈ സമയത്ത് ഇങ്ങനെ വഴക്കിടാതെ അകത്ത് കിടക്കുന്ന ജീവന് വേണ്ടി പ്രാർത്ഥിക്കും ശിശിരെ.